നമുക്കറിയാം പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിലൂടെ ഈ ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷനുകൾ ഉറപ്പാക്കിയാൽ മാത്രമാണ് അംഗൻവാടിയിലൂടെ സേവനങ്ങൾ നമുക്ക് മുടക്കം കൂടാതെ ഇവർക്കെല്ലാം തന്നെ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഓരോ ഗുണഭോക്താവിനെയും നമ്മൾ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിലേക്ക് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിന് ആധികാരികമായിട്ടുള്ള ആധാർ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് രജിസ്ട്രേഷനുകളൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാലും 2-way ഓതൻറ്റിക്കേഷൻ എന്ന പ്രോസസ്സും കൂടെ പൂർത്തിയാക്കിയാലാണ് മുടക്കം കൂടാതെ THR ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നമുക്ക് തുടർന്നും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സന്ദേശങ്ങളൊക്കെ തന്നെ വ്യാപകമായി നമ്മൾ ടീച്ചർ ക്യാമ്പയിൻ ചെയ്ത് അവരിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും ഈ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ എന്നുള്ളത് ആദ്യപടിയാണ്. ഇത് പൂർത്തിയാക്കിയാൽ മാത്രമാണ് തുടർന്ന് മറ്റുള്ള സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം തന്നെ ഒരു ഗുണഭോക്താവിനെ നമ്മളെ പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ കടമ്പ. അപ്പോൾ നമ്മൾ അതിന് ചെയ്യുന്നത് ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗം എടുത്ത് ടീച്ചർ ക്ലിക്ക് ചെയ്യുന്ന സമയം ആ ഗുണഭോക്താവ് പരിധിയിലുള്ളതാണോ, ടെമ്പററി ആണോ, അതായത് സ്ഥിരതാമസക്കാരിയാണോ താൽക്കാലികക്കാരിയാണോ എന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം അവരെ നമ്മൾ അവരുടെ ആധാറിൻ്റെ അടിസ്ഥാനത്തിലേക്ക് രജിസ്ട്രേഷൻ ഉറപ്പാക്കും. പുതിയ അപ്ഡേഷൻ പ്രകാരം ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുന്ന സമയം അവരുടെ FRSും EKYCയും പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ വേറെ ഏതെങ്കിലും സെൻറ്ററിലുള്ള ഗുണഭോക്താവാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന പ്രോസസ്സ് സാധ്യമാവില്ല. പകരം ടീച്ചർ എന്ത് ചെയ്യും, AWC മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി അവരുടെ ആധാർ മൊബൈൽ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ സെൻറ്ററിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡാറ്റ ടീച്ചർക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് വേറൊരു ഭാഗം. എന്നാൽ പുതിയ രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്ന സമയം EKYC FRS ഒക്കെ ചെയ്യുന്ന സമയം നിർബന്ധമായിട്ടും ഗുണഭോക്താവ് ടീച്ചറുടെ ഫോണിൽ മുന്നിൽ ഉണ്ടാവണം എന്നുള്ളതാണ് പുതിയ നിയമം. ആ സാഹചര്യത്തിനാണ് ഇപ്പോൾ പോഷൻ ട്രാക്കർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ ഒരു തടസ്സം, പ്രയാസങ്ങൾ പല ഗുണഭോക്താക്കളും നേരിടുന്നുണ്ട്. അംഗൻവാടിയിൽ കൃത്യസമയത്ത് എത്താൻ പറ്റാത്തതും പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോഷൻ ട്രാക്കർ ഗുണഭോക്താക്കൾക്ക് വേണ്ടി അവർക്ക് അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവരുടെ രജിസ്ട്രേഷനുകളൊക്കെ തന്നെ ഉറപ്പാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്ന സമയം ഗുണഭോക്താവ് വീട്ടിലിരുന്ന് അവരുടെ ഫോണിൽ തന്നെ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്ത് മൊബൈൽ വെരിഫിക്കേഷനൊക്കെ ഉറപ്പാക്കി അവരുടെ ആധാർ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ രജിസ്ട്രേഷനുകളൊക്കെ ഉറപ്പാക്കുന്ന സമയം അവർക്ക് ആദ്യം വരുന്നത് EKYC FRS ആണ്. EKYC ചെയ്തു, തുടർന്ന് ഫേസ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി അതിനുശേഷം വരുന്ന രജിസ്ട്രേഷൻ ഫോമിലെ മുഴുവൻ വിവരങ്ങളും അവർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തുടർന്ന് വരുന്നത് അംഗൻവാടി സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരിക. ഈ ഭാഗം എത്തുമ്പോഴാണ് ഒരുപാട് ഗുണഭോക്താക്കൾക്ക് പ്രശ്നം വരാറുള്ളത്. അവർ നമ്മൾ ടീച്ചേഴ്സിനോട് ഈ കാര്യങ്ങൾ, സംശയങ്ങൾ ചോദിക്കുമ്പോൾ പല ടീച്ചേഴ്സിനും കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു കൊടുക്കാനും പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിലൊരു സാഹചര്യം വരുന്ന സമയം ഗുണഭോക്താവ് എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തതിന് ശേഷം AWC എന്ന് പറയുന്ന സ്ഥാപനം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പക്ഷേ ടീച്ചറുടെ കേസിൽ ടീച്ചറുടെ അംഗൻവാടി വർക്കർ ലോഗിൻ ഉപയോഗപ്പെടുത്തി ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം അംഗൻവാടി സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മളുടെ പരിധിയിലുള്ള ഗുണഭോക്താക്കളെ നമ്മൾ സെൻറ്ററിൽ ഇരുന്നു കൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയം അത്തരത്തിലൊരു ചോദ്യം നമ്മൾ ടീച്ചേഴ്സിൻ്റെ ലോഗിനിൽ ഉണ്ടാവില്ല. പക്ഷേ ഗുണഭോക്താവിൻ്റെ ലോഗിനിൽ അത്തരത്തിലൊരു സന്ദേശം നിർബന്ധമായിട്ടും കാണാൻ സാധിക്കും. നിർബന്ധമായിട്ടും അവരത് ഓപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ ഗുണഭോക്താവ് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ഉറപ്പാക്കി ആ സമയം തന്നെ അവർ അടുത്തുള്ള നിയർ ബൈ അംഗൻവാടി സെൻറ്റർ സെലക്ട് ചെയ്യാൻ നേരം അവർക്ക് പലപ്പോഴും അവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അവരുടെ വീടിനടുത്തുള്ള സെൻറ്റർ പേര് തന്നെ കാണാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെപ്പോഴാണ് എന്നുള്ളത് കൃത്യമായി അറിയുക. പലപ്പോഴും ടീച്ചറുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയം, അത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം ലൊക്കേഷനൊക്കെ ഓൺ ചെയ്ത് ചെയ്യുന്ന സമയം ടീച്ചറുടെ വീട്ടിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള അംഗൻവാടിയുടെ പേര് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ ടീച്ചർ ഇവിടെ നിന്നും ആ സ്വന്തം വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ അകലെ വിരുന്ന് പോയ സമയത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ പുറത്തു നിന്നോ ടീച്ചർ ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്ന സമയം ആ പരിധിയിലുള്ള, ആ സിറ്റിയിലുള്ള അല്ലെങ്കിൽ ആ വില്ലേജിലുള്ള അംഗൻവാടിയായിരിക്കും ടീച്ചറെ ഫോണിൽ കാണാൻ സാധിക്കുക. അതിൽ ഏതെങ്കിലും ഓപ്റ്റ് ചെയ്യാൻ നേരം ടീച്ചർ വീട്ടിനടുത്തുള്ള അംഗൻവാടിയുടെ പേരോ വിവരങ്ങളോ കാണാൻ സാധിക്കില്ല. ആയതുകൊണ്ട് തന്നെ ആ രജിസ്ട്രേഷൻ ഫില്ല് ചെയ്യാനോ പൂർത്തിയാക്കാനോ കഴിയാത്ത സാഹചര്യങ്ങളാണ് പലപ്പോഴും ഗുണഭോക്താക്കൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, അവർ തന്നെ അവരുടെ സ്വന്തം ഫോണിലൂടെ ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിൻ ഉപയോഗപ്പെടുത്തി അവരുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്ന സമയം അവരുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അംഗൻവാടിക്ക് അടുത്ത് നിന്നുകൊണ്ട് തന്നെ അവർ ഈ രജിസ്ട്രേഷൻ ഫോമുകൾ ഫില്ല് ചെയ്യാൻ പറയണം. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സന്ദേശം വരിക. അതായത് ഫോർ സെലക്ഷൻ ഓഫ് അംഗൻവാടി സെൻറ്റർ near your home, it is necessary that
യു യൂസ് ദിസ് ഫീച്ചർ വൈൽ അറ്റ് ഹോം. അതായത് പ്രത്യേകം പറയുന്നുണ്ട്, നിർബന്ധമായിട്ടും അവരുടെ പരിധിയിലുള്ള അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ രജിസ്ട്രേഷനുകളൊക്കെ ഉറപ്പാക്കണം. ആ സാഹചര്യത്തിൽ മാത്രമാണ് അവരുടെ തൊട്ടടുത്തുള്ള അംഗൻവാടിയുടെ പേര് അവർക്ക് വിസിബിളായി വരികയുള്ളൂ. ആ സമയം അംഗൻവാടിയുടെ പേര് ക്ലിക്ക് ചെയ്തിട്ട് വേണം ആ രജിസ്ട്രേഷൻ ഫോം കൂടെ പൂർത്തിയാക്കാൻ. അല്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും തന്നെ അവർക്ക് അവരുടെ അടുത്തുള്ള അംഗൻവാടിയിലെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. പകരം വേറെ ഏതെങ്കിലും സെൻറ്ററിലെ അംഗൻവാടികളുടെ പേരൊക്കെ കാണും. അതിലേതെങ്കിലും ഒന്ന് കൊടുത്ത് രജിസ്ട്രേഷനുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സെൻറ്ററിലെ ടീച്ചർക്ക് അത്തരത്തിലുള്ളൊരു ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റുകൾ ഒന്നും തന്നെ ടീച്ചർക്ക് കാണാൻ കഴിയില്ല. പകരം പുതിയ രജിസ്ട്രേഷൻ ചെയ്യാനും സാധിക്കില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഗുണഭോക്താവിന് കിട്ടേണ്ട ഒരു ആനുകൂല്യങ്ങളും സേവനങ്ങളൊന്നും അവർക്ക് കിട്ടേണ്ട സേവനങ്ങളൊന്നും തന്നെ കൃത്യമായി ലഭിക്കാത്ത സാഹചര്യം കൂടെ ഉണ്ടാവും എന്നുള്ളത് കൃത്യമായി അവരിലേക്ക് കൂടെ എത്തിക്കുക. ഈ സന്ദേശം കൃത്യമായി മനസ്സിലാക്കി ഇത് ഗുണഭോക്താക്കളുടെ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സ് ചെയ്യേണ്ടതാണ്. പല ഗുണഭോക്താക്കളും ഇന്ന് ആൻഡ്രോയിഡ് ഫോൺ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് സ്വന്തമായി തന്നെ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ കൃത്യമായി രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് സക്സസ്ഫുൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ടീച്ചേഴ്സ് വാങ്ങണം. രജിസ്ട്രേഷൻ ഉറപ്പാക്കിയോ എന്നുള്ളത് ടീച്ചർ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഇത്തരത്തിൽ ഗുണഭോക്താവ് സ്ക്രീൻഷോട്ട് തന്നു, രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് കണ്ടു എന്ന് കഴിഞ്ഞാൽ ടീച്ചറുടെ പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് ഒന്ന് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്തെടുക്കുക. മോർ എന്ന് കാണുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എന്ന് കാണുന്ന ടാബ് ഒന്ന് ടീച്ചർ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയം ആരൊക്കെയാണോ ഓൺലൈനായിട്ട് അവരുടെ വീട്ടിലിരുന്ന് ടീച്ചർക്ക് രജിസ്ട്രേഷൻ റിക്വസ്റ്റ് അയച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ടീച്ചർ സെലക്ട് ചെയ്ത് അതിൽ മൊബൈൽ നമ്പറൊക്കെ ഉണ്ടാവും. അത് വെരിഫൈ ചെയ്ത് യഥാർത്ഥ ഗുണഭോക്താവാണ്, പരിധിയിലുള്ള ആളാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആക്സെപ്റ്റ് എന്ന് കൊടുക്കുക. പരിധിയിലില്ലാത്ത ആളാണെങ്കിൽ ഒരു കാരണവശാലും അക്സെപ്റ്റ് കൊടുക്കാൻ കഴിയില്ല. അവർ തെറ്റായി ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം വീട്ടിലല്ലാതെ പുറമേ നിന്നൊക്കെ രജിസ്റ്റർ ചെയ്ത് ഏതെങ്കിലും അംഗൻവാടി ക്ലിക്ക് ചെയ്ത് വരുന്ന ഗുണഭോക്താവായിരിക്കും. ടീച്ചർക്ക് സംശയമുണ്ടെങ്കിൽ ആ വരുന്ന മൊബൈൽ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ നമ്പർ എടുത്ത് അവരെ കോൾ ചെയ്ത് യഥാർത്ഥമായിട്ടുള്ള ബെനിഫിഷ്യറി ആണോ, ഈ സെൻറ്ററിൽ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ട ആളാണോ എന്ന് ടീച്ചർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പേര് കണ്ടാൽ തന്നെ അറിയും. പേര് കണ്ടിട്ടും തിരിച്ചറിയാത്ത ആളുകളാണെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ച് ബെനിഫിഷ്യറി യഥാർത്ഥമായിട്ടുള്ള ആളാണെങ്കിൽ ടീച്ചറെ ആക്സെപ്റ്റ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം അവരെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ. അതെല്ലാം മറിച്ച് തെറ്റായി വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ടീച്ചർ അത് വിളിച്ച് ചോദിച്ച് ഗുണഭോക്താവിൻ്റെ കൺഫർമേഷനൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ളതാണെങ്കിൽ റിജക്റ്റ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവരെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മളൊരു ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഗുണഭോക്താവ് നമ്മളുടെ സെൻറ്ററിലേക്ക് വരില്ല, പോർഷൻ ട്രാക്കറിലേക്ക് കാണില്ല, ആനുകൂല്യങ്ങൾ മുടങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. ഒന്നുകൂടെ ഓർക്കുക, ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പലതരത്തിലാണ്. ഒന്ന് ടീച്ചർക്ക് തന്നെ പുതിയ ആളാണെങ്കിൽ, പുതിയ ഗർഭിണിയോ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ടീച്ചർക്ക് എന്ത് ചെയ്യാം? ടീച്ചറുടെ പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി ന്യൂ രജിസ്ട്രേഷനിലൂടെ അവരെ പൂർത്തിയാക്കുക. അതല്ല ഗുണഭോക്താവ് വീട്ടിലിരുന്നിട്ടാണെങ്കിൽ ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിനിലൂടെ ഗുണഭോക്താക്കൾ വഴി നമുക്ക് ഇങ്ങോട്ട് രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കും. അതല്ല വേറെ സെൻറ്ററിൽ നിന്ന് സ്വീകരിക്കുന്നതാണെങ്കിൽ AWC മൈഗ്രേഷൻ എന്നീ 3 വഴികളിലൂടെയാണ് ഒരു ഗുണഭോക്താവിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ പൂർത്തിയാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം നിർബന്ധമായിട്ടും നിങ്ങളുടെ ഗുണഭോക്താക്കളിലേക്ക് കൂടി ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ തെറ്റായി രജിസ്ട്രേഷനുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏത് അംഗൻവാടി സെൻറ്ററിൽ നിന്നും യഥാർത്ഥമായി കിട്ടേണ്ട ആനുകൂല്യം കിട്ടാതെ പോകുന്ന സാഹചര്യം കൂടെ ഉണ്ടാവും. അതിനൊരു ബോധവൽക്കരണം കൂടി നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. താങ്ക്